ശരിക്കും പണം എങ്ങനെ വിനിയോഗിക്കണം? ഇത് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക, ജീവിതത്തിൽ നടപ്പിലാക്കി നോക്കുക. കുറച്ചു കാലം നടപ്പിലാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാംനെസ് എന്താണെന്ന് മനസ്സിലാവും. വൺസ് നിങ്ങൾ EMIയിൽ പെട്ടാൽ അതൊരു ട്രാപ്പാണ്. പെട്ടാൽ പിന്നെ ജീവിതകാലം മുഴുവൻ EMI അടച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പണം നിങ്ങളെ സംബന്ധിച്ച് പേഴ്സണലായി പണം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു ഞാൻ വീണ്ടും പറയുന്ന ഒരു വലിയ വഴുക്കലാണ്. ഇതൊരു സൈലന്റ് കള്ളനാണ്. നിങ്ങളുടെ സാധനം എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോലെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. നമസ്കാരം. 5ാമത്തെ കോഡ് വെളിപ്പെടുത്താൻ പോവാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ഞാൻ 4 കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അത് നിങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ നടപ്പിലാക്കണം. അതിനുശേഷം ഇത് കേട്ടാൽ നല്ലതായിരിക്കും കേട്ടോ. എന്തായിരുന്നാലും കേൾക്കണേ. വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഇത് ഇനി പറയാൻ പോകുന്ന കോഡ് സാമാന്യേന എല്ലാ വിഭാഗം ആളുകളും വഴുതി പോകുന്ന ഒരു ഏരിയയാണ്. ഈ കോഡിന്റെ പേര് ഇങ്ങനെയാണ്: അവോയ്ഡിങ് ലൈഫ് സ്റ്റൈൽ ക്രീപ്പ്. അതായത് ജീവിതശൈലിയിലേക്ക് വഴുതി പോവുക അറിയാണ്ട്, അത് ഒഴിവാക്കണം. പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിന് ഏറ്റവും വലിയ പെടല് സാമ്പത്തിക പെടലുകളാണ് അല്ലേ. പൊതുവേ നമുക്ക് സ്കൂളിൽ പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുതിർന്നവരോ ഒന്നും നമുക്ക് സാമ്പത്തിക അച്ചടക്കം എന്താണ്, നമ്മൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണം, ഇതൊന്നും തന്നെ നമുക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു തന്നിട്ടില്ല. ഒരു പക്ഷേ സെയിൽസിലോ മാർക്കറ്റിങ്ങിലോ ഫിനാൻസ് മേഖലയിലോ ഒക്കെ പണിയെടുക്കുന്ന ആളുകൾക്ക് ഇത് സാധിച്ചേക്കാം. സാധാരണയായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ വിഷമമാണ്. അപ്പൊ ഈ ലൈഫ് സ്റ്റൈൽ ക്രീപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു നിശബ്ദനായ കള്ളനാണ്. അതെന്താണെന്ന് ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വരുമാനം എത്രയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും എന്ന് ഞാൻ കരുതിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ വരുമാനം ഉള്ളപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നറിയുമോ, ഈ വരുമാനം എത്രയുണ്ടോ അത്രയും നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിന് വേണ്ടി അറിയാണ്ട് ചെലവാക്കി പോവുകയും ഒരു കുടുക്കിൽ ചെന്ന് പെടുകയും ചെയ്യും. കുടുക്ക് വളരെ മനോഹരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മിക്കവാറും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ടാവും ഇല്ലേ. നിങ്ങളുടെ സിബിൽ സ്കോർ നല്ലതായിട്ടുണ്ട്, അതുകൊണ്ട് മറ്റ് ജാമ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ തരാം, 55,000 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ വരും, 5 ലക്ഷം രൂപയുടെ ലോൺ തരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ലോൺ തരുന്ന ഒരുപാട് ഫിനാൻസ് സ്ഥാപനങ്ങൾ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ അറിയാണ്ട് അതിൽ പോയി കുടുങ്ങും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ക്രീപ്പ് തന്നെയാണ്. ശരിക്കും പണം എങ്ങനെ വിനിയോഗിക്കണം? ഇത് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക, ജീവിതത്തിൽ നടപ്പിലാക്കി നോക്കുക. കുറച്ചു കാലം നടപ്പിലാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാംനെസ് എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 65%, അതായത് ഒരു 10,000 രൂപ കിട്ടുന്ന ഒരാളാണെങ്കിൽ, ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് തുക കുറച്ച് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ അതിനേക്കാട്ടിലൊക്കെ ഒരുപാട് വരുമാനമുള്ള ആളുകളായിരിക്കും. എനിവേ, ഒരു 10,000 രൂപ കിട്ടുന്ന ഒരാൾ 65% വെച്ചാൽ ഏകദേശം 6,500 രൂപ അയാളുടെ നെസസിറ്റീസ്, അയാൾക്ക് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നീഡ്സ് എന്താണോ അതിനു വേണ്ടിയിട്ട്, അതായത് അദ്ദേഹത്തിന്റെ വീടിന് ചിലപ്പോൾ ലോൺ അടയ്ക്കേണ്ടതായിട്ടുണ്ടാവും, കുട്ടികളുടെ ഫീസ് അടയ്ക്കുന്നുണ്ടാവും, കറണ്ട് ചാർജ് അടയ്ക്കുന്നുണ്ടാവും, ഭക്ഷണ സാധന സാമഗ്രികൾ വാങ്ങിക്കേണ്ടി വരും, വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കേണ്ടി വരും, അദ്ദേഹത്തിന് ഫോൺ ചാർജ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ, അത് നെസസിറ്റീസ് ആണ്, നീഡ്സ് ആണ്. ഒരു കാരണവശാലും അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ 65% നെസസിറ്റീസിന് അല്ലെങ്കിൽ നീഡ്സിന് വേണ്ടി ഉപയോഗിക്കും. പിന്നെ ഒരു 30% ഉണ്ടല്ലോ, ആ 30%ത്തിൽ 20% നിങ്ങൾക്ക് എൻജോയ്മെന്റിന് വേണ്ടിയിട്ട്, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹോബികൾക്ക് വേണ്ടി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാൻ ഉപയോഗിക്കാം, വെക്കേഷന് വേണ്ടിയിട്ട് പോകാൻ നമുക്ക് ഉപയോഗിക്കാം. അത് 20% ഉപയോഗിക്കാം. ഇത് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് ശരിക്കും വാൺസ് ആണ് കേട്ടോ. ഈ ഹോബീസ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ എൻജോയ്മെന്റ് എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഒരു നീഡല്ല, വാൺസ് ആണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ സാധാരണ എല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് കരിമീൻ ഇലയിൽ പൊള്ളിച്ചത് ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരത്തിലോ അല്ലെങ്കിൽ 20 കിലോമീറ്റർ ദൂരത്തിലോ പോയി കഴിക്കണം നിങ്ങൾക്ക് തോന്നുന്നു. തെറ്റില്ല, നിങ്ങൾ പോയി കഴിച്ചോളൂ. പക്ഷെ അതിന് നിങ്ങൾ എത്ര ചിലവാക്കാവോ? 20% പണമേ ചിലവഴിക്കുക. അതുപോലത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ബോട്ട് യാത്ര പോകണം, നിങ്ങൾക്കൊരു എന്താ പറയുന്ന ഒരു വിദേശ യാത്ര സംഘടിപ്പിക്കുക, ഒരു ടൂറിന് പോകണം, ഇതിനെല്ലാം വേണ്ടി നിങ്ങൾ 20% പണമേ ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ ഒരു 15% സമയമുണ്ട്. ഇത് സേവിങ്ങിലാണ്. 50% പണമുണ്ട്. ഈ 15% പണം നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എമർജൻസി ഫണ്ട്. നമുക്കൊരു അത്യാവശ്യം വന്നുപോയി, കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടി, അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും ഒരു ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായി, അങ്ങോട്ടേക്ക് പണം ചെലവഴിക്കണം. അങ്ങനെ എമർജൻസി ഫണ്ടായിട്ടോ
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് പോലത്തെ കാര്യങ്ങൾ സമ്പാദിക്കുവാനായിട്ടോ ഇല്ലെങ്കിൽ FD ആയിട്ടോ RD ആയിട്ടോ ക്രമപ്പെടുത്തി ആ ഫണ്ട് എപ്പോഴും നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി 15% ഉപയോഗിക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ 65-ന് പകരം 100% നീഡ്സിനും വാണ്ട്സിനും വേണ്ടി കളയാ. ഈ അവസാനം പറഞ്ഞ 15%ലേക്ക് ഒരാളും തിരിഞ്ഞു നോക്കാറില്ല. വളരെ റയറാണ്. ഞാൻ ഈയിടെ പത്രത്തിൽ ഒരു അമ്പരപ്പിക്കുന്ന വാർത്ത ഞാൻ കണ്ടത്, കേരളത്തില് ഏകദേശം 78% ആളുകൾക്ക് സമ്പാദ്യം ഇല്ല. അപ്പൊ നോക്കി 100 പേരെ എടുത്താൽ 78 പേര് സമ്പാദ്യമില്ല. അവരെല്ലാം ലോൺ വാങ്ങിച്ചു കൂട്ടി പ്രതിസന്ധിയിലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സേവ് ചെയ്യേണ്ട 15% കഴിഞ്ഞ് പിന്നെ നിങ്ങൾ 20-30% കൂടെ പല രൂപത്തിൽ EMI-കൾക്ക് വേണ്ടി എടുക്കും. വൺസ് നിങ്ങൾ EMI-യിൽ പെട്ടാൽ അതൊരു ട്രാപ്പാണ്. പെട്ടാൽ പിന്നെ ജീവിതകാലം മുഴുവൻ EMI അടച്ച് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പൊ ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പണം നിങ്ങളെ സംബന്ധിച്ച് പേഴ്സണലായി പണം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഈ പണം എന്ന് വെച്ചാൽ എന്താണ്? പലപ്പോഴും പണം വരുമ്പോൾ നമ്മൾ അറിയാണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ക്രീപ്പിലേക്ക് നമ്മൾ വഴുതിപ്പോവും. അതായത് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ ചെലവും വർദ്ധിപ്പിക്കും. അങ്ങനെയല്ലേ കണ്ടുവരിക? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് 10,000 രൂപ സാലറി ഉണ്ടായിരുന്നപ്പോൾ അതൊന്ന് ഹൈക്കായി 20,000 ആയെന്ന് വിചാരിക്കുക, 20,000 ആയെന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ചെലവിന്റെ എല്ലാ കാര്യങ്ങളും വർദ്ധിക്കും. നിങ്ങൾ ആ എക്സ്ട്രാ കിട്ടിയ 10,000 രൂപ നിങ്ങൾ സേവ് ചെയ്യത്തില്ല. അപ്പൊ എന്ത് പറയുക വെച്ചാൽ നിങ്ങളുടെ കറണ്ട് ചാർജ് കൂടും. നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ലൈറ്റ് ഉപയോഗിക്കും, ഫാൻ ഉപയോഗിക്കും, AC ഉപയോഗിക്കും, അയൺ ബോക്സ് ഉപയോഗിക്കും. അപ്പൊ അറിയാതെ വരുമാനം ഉണ്ടല്ലോ നിങ്ങൾ കൊടുക്കും. നിങ്ങൾ ബൈക്ക് മാറി പുതിയ അപ്ഡേറ്റഡ് ബൈക്ക് ഉണ്ടാക്കും, വീടിന് ചുമ്മാ പെയിന്റ് അടിപ്പിക്കും, അങ്ങനെ വീടിന് മെയിൻ്റെനൻസ് നടത്തും. ഇങ്ങനെ വരുമാനം വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ വലിയ മാറ്റം ഉണ്ടാക്കും. സത്യത്തിൽ ഇതൊരു വലിയ, ഞാൻ വീണ്ടും പറയുന്ന ഒരു വലിയ വഴുക്കലാണ്. ഇതൊരു സൈലന്റ് കള്ളനാണ്. നിങ്ങളുടെ സാധനം എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോലെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷെ വരുമാനം വർദ്ധിപ്പിക്കുക. ആ 20,000 നിങ്ങൾക്ക് 1 ലക്ഷം ആയിക്കോട്ടെ, നിങ്ങൾക്ക് സെയിം സിനാരിയോ ആവർത്തിക്കപ്പെടും. നിങ്ങൾ ഇതേ കാര്യം ആവർത്തിക്കും. നിങ്ങളുടെ സ്പെൻഡിങ് നേച്ചർ കുറച്ചുകൂടെ വലുതാവും. നിങ്ങൾ നേരത്തെ കഴിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് വലിയ മുന്തിയ ഹോട്ടലിലേക്ക് പോകും. സൗഹൃദങ്ങൾ കുറച്ചുകൂടെ വലുതാക്കും. അപ്പോൾ എക്സ്പെൻഡിച്ചർ കൂടും. ഞാൻ പറയണത് തൽക്കാലം കുറച്ചു കാലത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചിറകിന്റെ അടിയിൽ തന്നെ നിങ്ങൾ നിൽക്കുക. എക്സ്ട്രാ കിട്ടുന്ന പണം എത്രയാണെങ്കിലും അത് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. അത് സേവ് ചെയ്ത് കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ഫിനാൻഷ്യൽ കാംനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പീസ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. ഇതിന് 2 കാര്യം ഓർമ്മയുണ്ടോ? ഒന്ന്, പ്ലാനിങ്ങുകളാണ്. പ്ലാനിങ് ഉണ്ടാവണം. ഈ പണം എങ്ങനെ ചെലവഴിക്കാൻ പ്ലാൻ ഉണ്ട്. ഇത് പൈസ അധികം വരുമ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടോ. എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരാൾ പറഞ്ഞാൽ എന്താ അറിയോ, സാറേ എനിക്ക് എവിടെയെങ്കിലും ഒരു 30,000 രൂപയുടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെട്ടേനെ, ഞങ്ങൾക്ക് നല്ല അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും. ഈ അടുത്ത കാലത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ വരുമാനമായി. ഇപ്പോഴും ആള് മറ്റുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങിക്കും. കാരണം അദ്ദേഹത്തിന്റെ കാറിന്റെ വലിപ്പം കൂടി, അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് കംഫർട്ട്സ് എല്ലാം വലുതാക്കാൻ തുടങ്ങി. അപ്പോഴും ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല. ഒരു എമർജൻസി ഫണ്ട് വേണമെങ്കിൽ അവർ ആരോടെങ്കിലും കടം വാങ്ങിക്കണം. ഇത് ക്രീപ്പാണ്, ഇത് വഴുക്കലാണ്, ലൈഫ് സ്റ്റൈൽ ക്രീപ്പാണ്. അപ്പൊ ഈ ലൈഫ് സ്റ്റൈൽ ക്രീപ്പിലേക്ക് പോയാൽ ഒരു കാലത്ത് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ചാൽ അവയർനെസ് പ്ലസ് പ്ലാനിങ്. അപ്പൊ നിങ്ങൾക്ക് അവബോധത്തോടു കൂടി നിങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, പുതിയ ഒരു ഫിനാൻഷ്യൽ കാംനെസ് ഉണ്ടാവുള്ളൂ. ഓർത്ത് വെക്കുക, ലൈഫ് സ്റ്റൈൽ ക്രീപ്പ് ഈസ് എ സൈലന്റ് തീഫ്. നിങ്ങളെ എല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന, മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന, ജീവിതത്തിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത വഴുക്കലാണ് ഈ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എക്സ്ട്രാ കിട്ടുമ്പോൾ എക്സ്ട്രാ ചെലവഴിക്കുക എന്നുള്ളതല്ല, എക്സ്ട്രാ കിട്ടുമ്പോൾ കൂടുതൽ സേവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഇത് നമ്മുടെ മക്കൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കണം. വരുന്ന തലമുറ ഈ തരത്തിൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്ന ഒരു തലമുറയെ നമ്മൾ വളർത്തിയെടുക്കണം. നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റണം, ഇന്ന് തന്നെ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു പ്ലാനിങ് ഉണ്ടാക്കുക. ഈ 60-20-15 റൂളാണിത്. 65-20-15 റൂൾ. ഇത് വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചാർട്ട് ചെയ്യുക, അവബോധത്തോടെ പണം ചെലവഴിക്കുക, ലൈഫ് സ്റ്റൈൽ ക്രീപ്പിൽ പെടാതിരിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് നടപ്പിലാക്കണം. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ പ്രയോജനപ്രദമായ വീഡിയോകൾ ഭാവിയിൽ ഉണ്ടാവും. 6ാമത്തെ കോഡ് ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും വന്നാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ വെയിറ്റ് ചെയ്യും. ഞാൻ 6ാമത്തെ കോഡായിട്ട് ഉടനെ വരും. താങ്ക് യു.